മീരാസ് ഇംഗ്ലീഷ് ഹബിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് HSA ഇംഗ്ലീഷ് ഈ എക്സാമിൽ എങ്ങനെ സക്സസ് നേടാം, ഇനിയുള്ള 50 ദിവസങ്ങൾ എങ്ങനെ യൂസ് ചെയ്യാം എന്നതൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കൂടാതെ 10 റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് കൂടി നമ്മൾ ഈ ഒരു സെഷനിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാരണം നിങ്ങളുടെ ഓരോ മിനിറ്റും വിലപ്പെട്ടതാണ്. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഒരു മോട്ടിവേഷൻ സെഷനിൽ കൂടി നിങ്ങൾ പങ്കെടുക്കുമ്പോൾ അതിന്റെ ഭാഗമായിട്ടും നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു പോകുന്നു. അപ്പോൾ ഈ 50 ദിവസം എന്ന് പറയുന്നത് ഒരു ഇംഗ്ലീഷ് അധ്യാപിക അല്ലെങ്കിൽ അധ്യാപകൻ ആവാൻ വേണ്ടിയിട്ട് നിങ്ങളെ സജ്ജമാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ മാറ്റങ്ങൾ നിങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട്, നിങ്ങൾ പോകുന്ന ആ ഒരു വഴി ശരിയാണോ എന്ന് മനസ്സിലാക്കാനൊക്കെയുള്ള ഒരു അവസരമാണ് ഈ ഒരു സെഷനിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മൾക്ക് ഒട്ടും സമയം കളയണ്ട, അതൊക്കെ എന്താണ് എന്ന് നമുക്ക് അറിയാം. ഇന്ന് മുതൽ 50 ദിവസം നമ്മൾ കൗണ്ട് ചെയ്യുകയാണെങ്കിൽ 50ാമത്തെ ദിവസം എന്ന് പറയുന്നത് ഓഗസ്റ്റ് 10, 2025 ആണ്. നമ്മുടെ എക്സാം ഡേറ്റ് എന്ന് പറയുന്നത് ഓഗസ്റ്റ് 20 ആണ് എന്ന് നമുക്കറിയാം. അപ്പോൾ ഈ 50 ദിവസങ്ങൾ എന്ന് പറയുന്നത് നിർണായകമാണ്. അവിടെയാണ് നിങ്ങളുടെ വിജയം, നിങ്ങൾ എങ്ങനെ ഈ ഒരു എക്സാമിനെ നേരിടും എന്ന കാര്യങ്ങളൊക്കെ തീരുമാനിക്കപ്പെടുന്നത് ഈ 50 ദിവസങ്ങളിലായിരിക്കും. അതുകൊണ്ട് തന്നെ ക്രൂഷ്യൽ ആയിട്ടുള്ള 50 ദിവസങ്ങളിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് എന്നുകൂടി ഞാൻ നിങ്ങളെ ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. നമ്മൾ ഇതിനു മുൻപ് ഒരുപാട് ഓറിയന്റേഷൻ സെഷൻസ് ചെയ്തിട്ടുണ്ട്. നമ്മളുടെ പ്ലേലിസ്റ്റിൽ ആ സെഷൻസ് എല്ലാം അവൈലബിൾ ആണ്. അതെല്ലാം ഓരോരോ ഘട്ടങ്ങളിലായിരുന്നു. അപ്പോൾ ഇനിയുള്ള 50 ദിവസം എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളോട് തന്നെ പറയേണ്ടത് നിങ്ങൾ കോൺഫിഡന്റ് ആണ്. നിങ്ങൾ സ്വയം മോട്ടിവേറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു, സ്വയം പറഞ്ഞു കൊടുക്കേണ്ടിയിരിക്കുന്നു. എനിക്കിത് നേടാനായിട്ട് സാധിക്കും. ഐ ക്യാൻ എന്ന് രാവിലെ നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ നിങ്ങളോട് സ്വയം പറയേണ്ടിയിരിക്കുന്നു. ഞാൻ ഇതിനു വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു, അല്ലെങ്കിൽ ഞാൻ ഇനി പരിശ്രമിക്കാൻ പോവുകയാണ്, ഞാനിത് നേടിയെടുത്തിരിക്കും. ഈ 50 ദിവസങ്ങൾ കൊണ്ടുകൂടി എനിക്കിത് നേടിയെടുക്കാനായിട്ട് സാധിക്കും എന്നൊരു കോൺഫിഡൻസ് നിങ്ങൾ സ്വയം ബിൽഡപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഐ എം കോൺഫിഡൻറ്റ് ഇനഫ് ടു അറ്റൻഡ് ദി എക്സാം. ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾ സ്വയം ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ കോമ്പറ്റീഷനെ കുറിച്ചൊന്നും ഇവിടെ ബോധേഡ് ആവേണ്ട ഒരു കാര്യമില്ല. കോമ്പറ്റീഷൻ എന്തുമായിക്കോട്ടെ, നിങ്ങൾ പഠിച്ച ചോദ്യമാണ് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഈ ഒരു കോമ്പറ്റീഷൻ ബ്രേക്ക് ചെയ്ത് നിങ്ങൾക്ക് റാങ്കിലോട്ട് എത്താൻ സാധിക്കും. പിന്നെ എന്തിനാണ് നിങ്ങൾ കോമ്പറ്റീഷനെ കുറിച്ച് ഈ 50 ദിവസം മാത്രം ബാക്കി നിൽക്കെ ചിന്തിക്കുന്നത്? നിങ്ങൾ പഠിക്കൂ. ഒരു മിനിറ്റ്, ആ ഒരു മിനിറ്റിൽ നിങ്ങൾക്ക് ഒരു പോയിന്റ് എവിടെ നിന്നെങ്കിലും ഈ ഒരു എക്സാമിനെ ബേസ് ചെയ്ത് ഏതെങ്കിലും സബ്ജക്റ്റിനെ ബേസ് ചെയ്ത് കിട്ടുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ പഠിച്ചെടുക്കാൻ ശ്രമിക്കൂ. കോമ്പറ്റീഷനെ കുറിച്ച് ഓർത്ത് ആൻസൈറ്റി ഡെവലപ്പ് ചെയ്തെടുത്തിട്ട് ഇവിടെ ഒരു കാര്യവും നിങ്ങൾ നേടാൻ പോകുന്നില്ല. അതുപോലെ തന്നെ ഓരോ ടോപ്പിക്കിന്റെയും വെയിറ്റേജ് മനസ്സിലാക്കി പഠിക്കാനായിട്ട് നിങ്ങൾ ഇനി ശ്രമിക്കണം. അല്ലാതെ നിങ്ങൾ ലിംഗ്വിസ്റ്റിക്സ് മാത്രം പഠിച്ചുകൊണ്ടിരിക്കുന്നു, ലിറ്റററി ക്രിറ്റിസിസം മാത്രം പഠിച്ചുകൊണ്ടിരിക്കുന്നു, ചിലവരുണ്ടാവും ഗ്രാമർ മാത്രം പഠിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് 20 മാർക്ക് മതിയോ എക്സാമിന്? ജനറൽ പേപ്പർ മാത്രം പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുണ്ട്. നിങ്ങൾക്ക് 20 മാർക്ക് മതിയോ? ഓരോ മോഡ്യൂളും ഓരോ സെക്ഷനും ഇമ്പോർട്ടന്റ് ആണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവാനായിട്ട് ശ്രമിക്കുക. ഈ 50 ദിവസമെങ്കിലും നിങ്ങൾ ആ ഒരു രീതിയിൽ വർക്ക് ചെയ്താൽ മാത്രമാണ് ഉയർന്ന റാങ്ക് നേടാനായിട്ട് സാധിക്കുക. അതുപോലെ തന്നെ ആരും നിങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യരുത്. ആരും എന്ന് മാത്രമല്ല, നമ്മളെ സോഷ്യൽ മീഡിയ ആവാം, അല്ലെങ്കിൽ നമ്മളുടെ ഫ്രണ്ട്സ് ആവാം, അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന സ്റ്റഡി സർക്കിൾ തന്നെ ആവാം. അങ്ങനെ ഒരു നിങ്ങളുടെ ഫോക്കസിൽ നിന്നും നിങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന ഒന്നിനെയും നിങ്ങൾ എൻകറേജ് ചെയ്യാതിരിക്കുക. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അതുപോലെ ഞാൻ 8 മണിക്കൂർ പഠിച്ചു, ഞാൻ 22 മണിക്കൂർ പഠിച്ചു എന്നൊക്കെ പറയുന്ന കുട്ടികളുണ്ട്. ഒരുപക്ഷെ 22 മണിക്കൂർ പഠിച്ചൊരു കുട്ടി എല്ലാ കാര്യവും ഓർത്തിരിക്കുന്നുണ്ടോ എന്നത് സംശയിക്കണം, അല്ലേ? അപ്പോൾ ക്വാളിറ്റി ടൈം എന്ന് പറയുന്നതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത്. ദാൻ ക്വാണ്ടിറ്റി. 8 മണിക്കൂർ പഠിച്ച കുട്ടി ഒരുപക്ഷെ എല്ലാ പോയിന്റും ഓർത്തിരിക്കുന്നുണ്ടാവാം,
22 മണിക്കൂർ പഠിച്ചൊരു കുട്ടി ഒരു ബേൺ ഔട്ട് കണ്ടീഷനിലോട്ടായിരിക്കും പോയിട്ടുണ്ടാവുക. എല്ലാം മറന്നു പോയിട്ടുണ്ടാവണം, അല്ലെങ്കിൽ ഒന്നും ഓർത്തിരിക്കാത്തൊരവസ്ഥയായിരിക്കാം. അതുകൊണ്ട് തന്നെ എത്ര സമയം നിങ്ങൾ പഠിച്ചു എന്നതിലല്ല കാര്യം, എത്ര ക്വാളിറ്റി ടൈം നിങ്ങൾ സ്പെൻഡ് ചെയ്തു, എത്ര കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുന്നു എന്ന രീതിയിൽ നിങ്ങൾ ആ ഒരു പഠനത്തെ സജ്ജീകരിക്കുക എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു എക്സാം കേരള PSCയുടെ മുൻകാല ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും സർഫേസ് ലെവൽ MCQസിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്ന്, ആവറേജ് ലെവൽ MCQസിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്ന്, അതുപോലെ തന്നെ അനലിറ്റിക്കൽ ലെവൽ MCQs. ഇത് ചിലപ്പോൾ 1, 2, 3 മാത്രമായിരിക്കും ഉണ്ടാവുക. പക്ഷെ ഈ ചോദ്യത്തിനൊക്കെ ഉത്തരം നൽകാനായിട്ട് നിങ്ങൾ ഒരു ലാസ്റ്റ് മിനിറ്റ് പോയിട്ട് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ മാത്രമേ വരുള്ളൂ. അതുകൊണ്ടാണ് നമ്മളുടെ ആപ്പില് നമ്മൾ എങ്ങനെയാണ് MCQs പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത്, മാക്സിമം അനലിറ്റിക്കൽ ചോദ്യങ്ങൾ കൂടി നമ്മൾ കൊടുക്കുന്നു. നിങ്ങൾ ചിന്തിക്കുക, എന്തുകൊണ്ടിങ്ങനെ ആ ഒരു ചിന്ത നിങ്ങളുടെ ബ്രെയിൻ അങ്ങനെ ഒരു ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങളിൽ തങ്ങി നിൽക്കില്ല, പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്ത് മുന്നോട്ട് പോകുന്നതാണ്. ജൂൺ 1 മുതൽ ഞങ്ങൾ ആ ഒരു പ്രാക്ടീസ് നമ്മളുടെ സ്റ്റുഡൻസിന് കൊടുത്തുകൊണ്ടിരിക്കുന്നു. മാക്സിമം 1 അവർ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അവിടെ ടീച്ചർ വന്ന് ജസ്റ്റ് ഒരു കാഷ്വൽ ഡിസ്കഷൻ ഒന്നും അല്ല അവിടെ നടക്കുന്നത്. അവര് നല്ലൊരു മാക്സിമം കാര്യങ്ങളെല്ലാം ഡൗട്ടൊക്കെ ക്ലാരിഫൈ ചെയ്തുകൊണ്ട് അതിങ്ങനെ എന്തുകൊണ്ടായി, അല്ലെങ്കിൽ അങ്ങനെ എങ്ങനെ ആ ഒരു ഉത്തരത്തിലോട്ട് എത്താനായിട്ട് സാധിക്കും എന്ന കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്താണ് പോകുന്നത്. അപ്പോൾ സർഫേസ് ലെവലും ആവറേജ് ലെവലും അനലിറ്റിക്കൽ ലെവലും നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിരിക്കണം. സർഫേസ് ലെവൽ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാൻ പറ്റും, അതൊന്ന് നമ്മൾക്ക് റിവൈസ് ചെയ്തൊക്കെ എടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ അനലിറ്റിക്കൽ ലെവൽ ക്വസ്റ്റ്യൻസ് നമുക്ക് കാര്യം മനസ്സിലാക്കിക്കൊണ്ട് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ്. അതുപോലെ തന്നെ ഫേക്ക് സ്റ്റഡി സർക്കിൾസിലൊക്കെ നിങ്ങൾ പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ നിന്നൊക്കെ മാറി നിൽക്കൂ. ഒറ്റയ്ക്ക് ഇനി പ്രിപ്പയർ ചെയ്യൂ. ഇനിയുള്ള 50 ദിവസങ്ങൾ നിങ്ങൾ മാത്രം എന്ന രീതിയിൽ നിങ്ങൾ ചിന്തിക്കൂ. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ സർക്കിൾസിനെ ഡിപ്പെൻഡ് ചെയ്യാം. പക്ഷേ എൻ്റെ ഒരു അഡ്വൈസ് എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു സ്പേസ് കണ്ടെത്തൂ എന്നതാണ്. അതുപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ 10ാമത്തെ പോയിന്റും നിങ്ങൾ നിങ്ങളോട് പറയേണ്ടത് ഐ എം ദ ബെസ്റ്റ് എന്നാണ്. ഞാൻ ഏറ്റവും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് മുന്നോട്ട് പോകുന്നു. എനിക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും, ടോപ്പ് 10ൽ എത്താൻ പറ്റും എന്ന് എല്ലാ ദിവസവും നിങ്ങൾ പറയുക. നിങ്ങൾ ഒരു ബുക്കിൽ എഴുതി വെക്കുക 50 ദിവസം ഈ ഒരു കാര്യം തന്നെ പല രീതിയിൽ നിങ്ങൾക്ക് തോന്നുന്ന രീതിയിൽ പോയറ്റിക് ലൈൻസ് ആവട്ടെ. അത് 50 ദിവസങ്ങൾക്കപ്പുറം നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ ആ ഒരു ലക്ഷ്യത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ടാകും എന്നതാണ് എനിക്ക് നിങ്ങൾക്ക് ഉറപ്പ് നൽകാനായിട്ട് സാധിക്കുന്ന മറ്റൊരു കാര്യം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ പറയൂ, ഐ ആം ദ ബെസ്റ്റ്, ഐ ആം ദ ബെസ്റ്റ്, ഐ ആം ദ ബെസ്റ്റ് എന്ന് പറയൂ. ഇനി നമ്മൾ ചെയ്യേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് 3 PYQs HSC ഇംഗ്ലീഷിനെ ബേസ് ചെയ്ത് നമ്മളുടെ കയ്യിലുണ്ട്. അപ്പോൾ ഈ 50 ദിവസം നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ്, അല്ലെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾക്ക് നെറ്റിൽ ഈ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾ എന്ത് ചെയ്യുക, 2015 ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ഇവിടെ നിങ്ങളുടെ മാർക്സ് നോക്കി ദുഃഖിച്ചിരിക്കാനൊന്നും അല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക, എന്തായിരുന്നു 2015 പാറ്റേൺ എന്ന് മനസ്സിലാക്കുക. അവിടെ എന്താണ് 2022 15 നിന്നും ആവർത്തിക്കപ്പെട്ടത് എന്ന് മനസ്സിലാക്കുക. ഈ 2 ക്വസ്റ്റ്യൻ പേപ്പറും നന്നായിട്ട് അനലൈസ് ചെയ്യുക. എന്നിട്ട് 2024 ബൈ ട്രാൻസ്ഫർ നമ്മുടെ ആപ്പില് ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യാനായിട്ടുള്ള അവസരമുണ്ട്. അത് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. ഈ ബൈ ട്രാൻസ്ഫർ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ എക്സാമിനെ കുറിച്ചൊരു അവയർനെസ്സും 2015 നിന്നും 2022 നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ 24 കാണാൻ സാധിക്കും. ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ 25 ക്വസ്റ്റ്യൻ പേപ്പർ എക്സ്പെക്ട് ചെയ്യുക എന്നതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ചോദ്യങ്ങൾ സർഫേസ് ലെവൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്, സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷെ
PSC അതെങ്ങനെ അവതരിപ്പിച്ചിരിക്കുന്നു എന്നുകൂടി മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഓരോ മോഡ്യൂളിനും പക്കാ വെയിറ്റേജ് നോക്കി ആണ് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുള്ളത്. ഗ്രാമറിന് ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ലിറ്റററി ക്രിറ്റിസിസം ആണെങ്കിലും ലിംഗ്വിസ്റ്റിക്സ് ആണെങ്കിലും ടീച്ചിങ് മെത്തഡോളജി ആണെങ്കിലും മോഡ്യൂൾ വൈസ് നമ്മളുടെ മോഡ്യൂൾ 1, 2, 3 ഞാൻ എപ്പോഴും പറയുന്ന 45 മാർക്ക്, അതിൽ 40 മാർക്കിലെ ചോദ്യങ്ങൾ വന്നിരിക്കുന്നു. നോക്കൂ, എവിടെയാണ് റാങ്ക് കിടക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? എങ്ങനെ റാങ്കിലോട്ട് എത്താം? ഒരു മോഡ്യൂൾ മാത്രം പഠിച്ചതുകൊണ്ട് ആരും റാങ്കിൽ എത്തില്ല. മനസ്സിലായോ? ബുദ്ധിപരമായിട്ട് ഓരോ മോഡ്യൂളും പഠിച്ചെടുക്കുന്ന ഒരു കുട്ടിയാണ് റാങ്കിലോട്ട് എത്തുക. സ്മാർട്ട് വർക്ക് എന്നൊക്കെ നമ്മൾ പറയില്ലേ, 50 ദിവസം ഇനി സ്മാർട്ട് വർക്ക് ചെയ്യൂ, ഹാർഡ് വർക്ക് ഒക്കെ ചെയ്യുന്ന സമയം കഴിഞ്ഞു, ഇനി സ്മാർട്ട് വർക്ക് ആണ്. ഇനി സ്മാർട്ട് വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ് റാങ്കിലെത്തുക. അവിടെ മാർക്ക് മാക്സിമം സ്കോർ ചെയ്യാനായിട്ടുള്ള അവസരങ്ങളാണ് നിങ്ങൾ നോക്കേണ്ടത്. ഒരു മോഡ്യൂളും നമ്മൾ സ്കിപ്പ് ചെയ്യുന്നില്ല. പക്ഷെ ബുദ്ധിപരമായിട്ട്, അതാണ് നമ്മളുടെ ആപ്പിലൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്, എങ്ങനെ ആ ഒരു കീ വെച്ചിട്ട് അത് അൺലോക്ക് ചെയ്യാം എന്നത് നമ്മൾ കുട്ടികളിലോട്ട് എത്തിച്ചു കൊടുക്കുന്നു. അവരത് ആ രീതിയിൽ വർക്ക് ചെയ്യുന്നു, അവർ എക്സാം ക്രാക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഈ ബൈ ട്രാൻസ്ഫർ എല്ലാവരും ചെയ്തു നോക്കുക. നമ്മളുടെ ആപ്പിലും ആ ഒരു എക്സാമിന്റെ ലിങ്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്കത് പ്രാക്ടീസ് ചെയ്ത് തന്നെ നോക്കാം. അവിടെ നിങ്ങളുടെ മാർക്സ് അല്ല നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്, അവയർനെസ് ആണ്. ഇതാണ് എക്സാം, ഇതാണ് HSA ഇംഗ്ലീഷ് എക്സാം എന്ന് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു അവസരമാണ് HSA ഇംഗ്ലീഷ് ബൈ ട്രാൻസ്ഫറിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ 2024. Know the weightage. ഈ ബൈ ട്രാൻസ്ഫർ 2024 നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എവിടെ നിങ്ങൾ ഫോക്കസ് ചെയ്യണം. ഞാൻ പറഞ്ഞു, ഈ മോഡ്യൂൾ 1, 2, 3 എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. 40 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. നന്നായിട്ട് പഠിച്ചോളൂ. ആ ഒരു വർക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പോമൊക്കെ എടുത്തൊരു 10 പ്രാവശ്യം വായിക്കുക. എന്നാൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടും. പിന്നെ നമ്മൾ ഇവിടെ ബ്ലൂ പ്രിന്റും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു ക്യാപ്സൂൾ ഫോർമാറ്റിൽ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അടുത്തോട്ട് എത്തിക്കുകയാണ്. അതില് ക്യാപ്സൂൾ ഫോർമാറ്റിൽ എത്തുമ്പോഴും അവിടെ കുട്ടികളുടെ പാർട്ടിസിപ്പേഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. കുട്ടികളാണ് ഈ കാര്യങ്ങളെല്ലാം സെറ്റ് ആക്കി വെച്ചിട്ടുള്ളത് എന്നുകൂടി ഞാൻ പറയേണ്ടിയിരിക്കുന്നു. പാർട്ടിസിപ്പേഷൻ, കുട്ടികളുടെ പാർട്ടിസിപ്പേഷൻ ഇല്ലാതെ എന്ത് കാര്യം ചെയ്താലും അതൊരിക്കലും നമുക്ക് പ്രൊഡക്റ്റീവ് ആയിട്ട് വരില്ല. അവിടെ കുട്ടികൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു, അതിന്റെ ഭാഗമായിട്ട് ആ ഡിസ്കഷന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് അത് ഓർത്തെടുക്കാനൊക്കെ സാധിക്കുന്ന രീതിയിലുള്ള പല ആക്ടിവിറ്റീസും നമ്മളുടെ ആപ്പിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 40 മാർക്സ് എന്ന് പറയുന്നത് നിങ്ങൾ ഈ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ, വർക്ക് വായിക്കുക, അതിന്റെ മെയിൻ ആയിട്ടുള്ള ഇയർ, ലൈൻസ്, സ്റ്റാൻസ, റൈം സ്കീം, അങ്ങനെ മീറ്റർ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കുക. ഇതൊക്കെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ ഒരു ഏരിയ നിങ്ങൾക്ക് 40 മാർക്ക് അല്ലെ, 40 മാർക്കാണ്, 45 വർക്ക്സ് ഉണ്ട്, അതിലൊരു 35 വരെ നേടാം. വളരെ ഈസി ആയിട്ട് വിത്ത് ഈസ് നേടാനായിട്ട് പറ്റും. ഇനി ക്രിറ്റിസിസം 8 മാർക്സിന്റെ ചോദ്യങ്ങൾ ഈ എക്സാമിന് കാണാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ ലിംഗ്വിസ്റ്റിക്സ് 10 മാർക്സ്. നോക്കൂ, അവിടെയും നിങ്ങൾക്ക് ഇപ്പോൾ ക്രിറ്റിസിസം 10 മാർക്ക് ആണ് എങ്കിൽ ഒരു 7 സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ആ രീതിയിലാണ് നമ്മൾ നമ്മുടെ ക്ലാസ്സസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ലിംഗ്വിസ്റ്റിക്സ് ആണെങ്കിൽ വളരെ ക്രിസ്പി ആയിട്ട് 37 മണിക്കൂർ കൊണ്ട്, 37 ക്ലാസ്സസ് കൊണ്ട്, 37 മണിക്കൂറല്ല, 37 ക്ലാസ്സസ്, 18 മണിക്കൂർ എന്നേ പറയാൻ പറ്റുള്ളൂ. 18 മണിക്കൂർ കൊണ്ട്, അതായത് 2 മണിക്കൂർ ഒരു ദിവസം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 9 ദിവസം കൊണ്ട് 10 മാർക്ക് നേടാനുള്ള കാര്യങ്ങൾ പഠിച്ചെടുക്കാം. അങ്ങനെയാണ് നമ്മളുടെ ക്ലാസ്സസ് നമ്മൾ കൊടുക്കുന്നത്. ആ ഒരു രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ പഠനത്തെ ചിട്ടപ്പെടുത്തുക. മനസ്സിലായോ? അപ്പോൾ ഇവിടെ നമ്മൾ 35 നേടി, ഇനി 7, 10 ഒരു 8 നേടി എന്ന് വിചാരിക്കുക. അവിടെയും 15 കിട്ടി. 35ഉം 15ഉം എത്രയായി? 50 മാർക്ക് നേടി കഴിഞ്ഞു. ഇനി എല്ലാവർക്കും അറിയാവുന്ന ഗ്രാമർ, വൊക്കാബുലറി, അത് നമ്മളുടെ ഇംഗ്ലീഷ് ടീച്ചേഴ്സിന്റെ ഒരു സ്വകാര്യ അഹങ്കാരമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു അല്ലേ? പക്ഷെ ഈ ഗ്രാമർ നമ്മളെ ചിലപ്പോൾ ചതിക്കാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ആ ഒരു ചതിയിൽ പെടാതിരിക്കാനായിട്ട് നിങ്ങൾ പഠിച്ച റൂൾസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് നോക്കാനായിട്ട് വ്യത്യസ്തമായിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ നമ്മളുടെ ആപ്പില് ക്യൂസ് മാസ്റ്റർ എന്ന് പറയുന്ന ഒരു സെഷനിൽ ഗ്രാമർ പ്രാക്ടീസ് കൊടുക്കുന്നത്.
അവിടെ വ്യത്യസ്തമായ ചോദ്യങ്ങൾ, വ്യത്യസ്തമായ പാറ്റേൺ, ഇനി ഏതൊരു പാറ്റേൺ വന്നാലും നമ്മൾ അതിനെ നേരിടാനായിട്ട് സജ്ജമാണ് എന്ന് ഷോക്കേസ് ചെയ്തുകൊണ്ട് ഗ്രാമർ, അതുപോലെ തന്നെ വൊക്കാബുലറി എന്ന് പറയുന്നത് ഒരു ക്യാപ്സൂൾ ഫോർമാറ്റിലാണ് നിങ്ങളുടെ മുന്നിലോട്ട് എത്തുന്നത്. ആ ക്ലാസ്സസിൽ നിങ്ങൾ ജസ്റ്റ് ഇരുന്നിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഇതൊക്കെ ഓർത്തെടുക്കാനായിട്ട് പറ്റും. നോക്കൂ, 18 മാർക്സ് ആണ് ഈ മോഡ്യൂൾ 6 and 7 നിന്നും വന്നിട്ടുള്ളത്. ഈ 18ൽ ഒരു 15 വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ 65ലോട്ട് എത്തി അല്ലേ? 65ലോട്ട് എത്തി എന്ന് ഓർക്കുക. ഇനി ടീച്ചിങ് ഓഫ് ഇംഗ്ലീഷ് ആണ് മോഡ്യൂൾ 8, 5 മാർക്ക്. വളരെ നിസ്സാരമായിട്ട് മേടിച്ചെടുക്കാം എന്ന് ഞാൻ പറയുള്ളൂ, കാരണം ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മോഡ്യൂളാണ് ഈ മോഡ്യൂൾ 8 എന്ന് പറയുന്നത്. അപ്പോൾ അതില് 5ൽ നിങ്ങൾക്ക് 3 കിട്ടി എന്ന് വിചാരിക്കുക. 68 മാർക്സ് നിങ്ങൾ ഇവിടെ നേടി. 80ൽ 68 നേടിയിരിക്കുന്നു. ഇനി 20 ആണ് ബാക്കിയുള്ളത്. ഈ 20ൽ ടീച്ചിങ് മെത്തഡോളജി ഉണ്ട്, കറണ്ട് അഫയേഴ്സ് ഉണ്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, പിന്നെന്താണ് നമ്മളുടെ ടീച്ചിങ് മെത്തഡോളജി, കേരള റിനൈസൻസും സോഷ്യോ റിലീജിയസ് മൂവ്മെന്റ്സും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ അല്ലേ? അപ്പോൾ അവിടെയും നിങ്ങൾക്കൊരു 15 സ്കോർ ചെയ്യാനായിട്ട് പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ടും ടോപ്പ് റാങ്കിൽ എത്തിക്കഴിഞ്ഞു. അങ്ങനെയാണ് നമ്മൾ മാർക്സ് സ്കോർ ചെയ്യേണ്ടത്. ഈ ഒരു രീതിയാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. എല്ലാത്തിനെ കുറിച്ച് ഒരു അവയർനെസ് ഉണ്ടായിരിക്കണം. ഈ എക്സാമിനെ കുറിച്ച് അവയർനെസ് ഇല്ലാഞ്ഞതാണ് പല കുട്ടികൾക്കും പണ്ട് ഈ എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റാതിരുന്നത്. 2015 എക്സാം അറ്റൻഡ് ചെയ്തിട്ടുള്ളവരോട് ചോദിച്ചു നോക്കൂ, 2022 എക്സാം അറ്റൻഡ് ചെയ്തിട്ടുള്ളവരോട് ചോദിച്ചു നോക്കൂ, ഇത് തന്നെയായിരിക്കും അവർ പറയുന്ന റീസൺ എന്ന് പറയുന്നത്. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാവരും പൊതുവെ ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഈ എക്സാം എനിക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റുമോ? എങ്ങനെയായിരിക്കും ഈ ഒരു എക്സാം വരിക? 2015 പോലെയാണോ, 22 പോലെയാണോ, 24 പോലെയാണോ? നമുക്കതൊന്നും പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അതൊക്കെ അൺപ്രെഡിക്റ്റബിൾ ആണ്. സപ്പോസ് എക്സാം ഈസി ആണെങ്കിൽ കട്ട് ഓഫ് എന്തായിരിക്കും? എക്സ്ട്രീംലി ഹൈ ആയിരിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഒരു ഈസി എക്സാം ആണ് PSC ഈ ഒരു ഇതിന് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ എക്സ്ട്രീംലി ഹൈ ആയിരിക്കും. കോമ്പറ്റീഷൻ വേറെ ലെവൽ ആയിരിക്കും അല്ലെ? ആരൊക്കെയാണ് ടോപ്പിൽ എത്താൻ പോകുന്നതെന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല ഒരു ഈസി എക്സാം ആണെങ്കിൽ. ഇനി ഒരു മോഡറേറ്റ് എക്സാം ആണ് എങ്കിൽ അവിടെയും കട്ട് ഓഫ് ഹൈ ആയിരിക്കും. പക്ഷെ അവിടെ നമുക്കൊരു സ്കോപ്പ് പറയാനായിട്ട് പറ്റും. കുറച്ച് ഡിഫിക്കൽട്ട് ആണെങ്കിൽ കട്ട് ഓഫ് കുറച്ച് കുറയാം. ഒരു 50% ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു എക്സാം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. 2024 ബൈ ട്രാൻസ്ഫർ വെച്ച് നോക്കിയിട്ട് അങ്ങനെ ഒരു രീതി കാണാനായിട്ട് സാധിക്കുന്നു. പിന്നെ ഈ പ്രസൻസ് ഓഫ് മൈൻഡ് ഒക്കെ ഉള്ളവർക്ക് പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്യാൻ പാകത്തിനുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും അത് എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. കാരണം ഈ ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്ന രീതിയിൽ ആദ്യം തന്നെ ക്വസ്റ്റ്യനിൽ തന്നെ 4 കാര്യങ്ങൾ കൊടുക്കുന്നു, പിന്നീട് അത് ഓപ്ഷൻ ആയിട്ട് കൊടുക്കുന്നു. അങ്ങനെയൊക്കെ വരുമ്പോൾ ആ ഒരു നമ്മളൊരു എക്സാം ഹാളിൽ ഇരിക്കുന്ന സമയത്ത് മൈൻഡിൽ ഉണ്ടാകുന്ന ചില കാരണത്താൽ നമ്മൾക്ക് ആൻസേഴ്സ് തെറ്റാം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സംഭവിക്കാം. അപ്പോൾ ആ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് കൂടി ഇവിടെ ആവശ്യമാണ്. അതിന് നമ്മൾ നമ്മളുടെ മൈൻഡിനെ തന്നെ ചിട്ടപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ആ ഒരു മെഡിറ്റേഷനോ അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്ത് എല്ലാ കാര്യത്തിനെയും ഒരു കാം ആയിട്ട് നേരിടാൻ, പേഷ്യന്റ് ആയിട്ട് നേരിടാനായിട്ട് നമുക്ക് സാധിക്കണം. അങ്ങനെ ഒരു ഇത് ഞാൻ ജസ്റ്റ് വെറുതെ പറയുന്നതല്ല. പൊതുവെ കുട്ടികളെല്ലാം ആൻഷ്യസ് ആണ്, ഒരു ആൻസൈറ്റി ആണ്. അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഈ 50 ദിവസം ബ്രെയിനിനെ നിങ്ങൾ അങ്ങനെ കൂടി ഒന്ന് ട്രെയിൻ ചെയ്യൂ, ഒന്ന് ശാന്തമാക്കൂ. ഒന്ന് ശാന്തമാക്കി വെച്ചുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തെറ്റാതെ നോക്കാനായിട്ട് പറ്റും. ആ ഒരു ഉറപ്പ് തരാം. അടുത്തതായിട്ട് നിങ്ങളുടെ ഓരോ മിനിറ്റും വിലപ്പെട്ടതാണ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അല്ലേ? അതിനെ ബേസ് ചെയ്ത് കുറച്ച് ചോദ്യങ്ങൾ ക്രിറ്റിസിസവുമായിട്ടൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള വളരെ റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങളുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത്. ഈ ചോദ്യങ്ങൾ കൂടി ഈ ഒരു മോട്ടിവേഷൻ സെഷന്റെ ഭാഗമായിട്ട് നമ്മൾക്ക് പഠിച്ചു പോവാം. ഓക്കെ, ഇതിന്റെ ആൻസേഴ്സ് നിങ്ങൾ കമന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. കമന്റ് ബോക്സിൽ പറയണം. നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. ഞാൻ പറയുന്നതിന് മുൻപേ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അതും പറയുക. Who translated Aristotle's Poetics in Latin? അരിസ്റ്റോട്ടലിന്റെ പോയറ്റിക്സ് ലാറ്റിനിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത വ്യക്തി ആര്?
നമ്മൾക്ക് പഠിക്കാനുള്ള ടോപ്പിക്കാണ് അല്ലേ? അരിസ്റ്റോട്ടലിന്റെ പോയറ്റിക്സ് നിങ്ങൾ മുഴുവൻ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാകും. എങ്കിൽ ഇങ്ങനെ ഒരു ചോദ്യമാണ് നിങ്ങളുടെ മുന്നിലോട്ട് വരുന്നതെങ്കിൽ നിങ്ങളുടെ ഉത്തരം എന്തായിരിക്കും? എന്തായിരിക്കും? നിങ്ങൾക്കറിയാമോ? പറയൂ. അരിസ്റ്റോട്ടലിന്റെ പോയറ്റിക്സ് ലാറ്റിനിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നത് നമ്മളുടെ വാസ്കോ ഡി ഗാമ കാപ്പാട് വന്ന് കാലുകുത്തിയ വർഷമാണ്. എന്നാണത്? 1498 1498. നമ്മളെല്ലാ മലയാളികൾക്കും സുപരിചിതമായ അല്ലെങ്കിൽ ഹിസ്റ്ററി ബേസ് ചെയ്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇയർ കൂടിയാണ് 1498 എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഈ പോയറ്റിക്സിന്റെ ലാറ്റിൻ ട്രാൻസ്ലേഷൻ പബ്ലിഷ് ചെയ്യപ്പെട്ട വർഷമാണ് 1498. ആരാണ് ട്രാൻസ്ലേറ്റ് ചെയ്തത്? ജോർജിയോ വാല. നോട്ട് ചെയ്യുക, ജോർജിയോ വാല എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ജോർജിയോ വാല. ഓക്കെ, ജോർജിയോ വാല അദ്ദേഹമാണ് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. He was the first to translate Aristotle's Poetics into Latin, and his translation was published in the year 1498. അദ്ദേഹം മാത്രമാണോ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത്? അദ്ദേഹമാണ് ആദ്യം ട്രാൻസ്ലേറ്റ് ചെയ്തത്. അങ്ങനെയെങ്കിൽ രണ്ടുപേരുടെ പേര് കൂടി നിങ്ങൾ പഠിച്ചു വെച്ചോളൂ. വില്യം മോയർ ബെക്ക്. വില്യം മോയർ ബെക്ക്. വില്യം മോയർ ബെക്ക്, B-E-K-E, മോയർ ബെക്ക് ആൻഡ് അലസാൻഡ്രോ ഡി പാസി. അലസാൻഡ്രോ ഡി പാസി, പാസി എന്ന് പറയുന്ന രണ്ട് പേര് കൂടി ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരാം, അരിസ്റ്റോട്ടലിന്റെ പോയറ്റിക്സ് ട്രാൻസ്ലേറ്റ് ചെയ്തത് ഇതിൽ ആരാണ് ട്രാൻസ്ലേറ്റ് ചെയ്യാത്തത് എന്നൊരു ചോദ്യം തന്നിട്ട് ഇതൊക്കെ ഓപ്ഷൻസിൽ കാണാം. അപ്പോൾ ഈ ജോർജി വാല, വില്യം മോയർ ബെക്ക്, അതുപോലെ തന്നെ അലസാൻഡ്രോ ഡി പാസിനെയൊക്കെ നമ്മൾ പരിചയപ്പെട്ടിരിക്കണം. എന്നാൽ മാത്രമാണ് ആൻസർ ചെയ്യാൻ പറ്റുക. ഒരു സിമ്പിൾ എക്സാം കരുതി നിങ്ങൾ പോവാതിരിക്കുക. കുറച്ച് ടഫ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾ കാര്യം ഉൾക്കൊണ്ടുകൊണ്ട് പോവുകയാണെങ്കിൽ ഒരുപക്ഷെ അവിടെ ഈസി ആയിട്ടാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി സന്തോഷത്തോടെ എക്സാം എഴുതാം അല്ലേ? പഠിക്കുമ്പോൾ നിങ്ങൾ മാക്സിമം എഫേർട്ട് ഇട്ട് തന്നെ പഠിക്കൂ. കാരണം ഈ ഒരു സിലബസ് എന്ന് പറയുന്നത് തന്നെ പഴയ സിലബസ് ആണ്. 2015, 22, 25 പിന്നെയും ആവർത്തിക്കുന്നു അല്ലേ? Note the point. For next question, in which chapter of Poetics does Aristotle use the word catharsis in the context of tragedy? ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം ഈ ക്വസ്റ്റ്യനിൽ തന്നെയുണ്ട്. കാരണം അരിസ്റ്റോട്ടലിന്റെ പോയറ്റിക്സ് പഠിച്ചിട്ടുള്ള ഒരു വ്യക്തി ഇൻ ദി കോണ്ടെക്സ്റ്റ് ഓഫ് ട്രാജഡിയിൽ കഥാർസിസ് യൂസ് ചെയ്തത് എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആ ട്രാജഡിയുടെ ഡെഫിനിഷൻ അവരുടെ മനസ്സിലോട്ട് വരും. ഈ ട്രാജഡിയുടെ ഡെഫിനിഷൻ നിങ്ങളുടെ മനസ്സിലോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലോട്ട് വരുന്ന ആ ചാപ്റ്റർ ഏതാണ്? പറയൂ. ചാപ്റ്റർ 6 അല്ലേ? നോ ഡൗട്ട് അല്ലെ? നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. ചാപ്റ്റർ 6 ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. ട്രാജഡിയുടെ ഡെഫിനിഷൻ ഒക്കെ കീറി മുറിച്ച് നമ്മൾ എന്താണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞ കാര്യങ്ങളാണ്. അപ്പൊ ചാപ്റ്റർ 6 ഒരിക്കലും നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ട്രാജഡിയുടെ ഡെഫിനിഷൻ എവിടെ കൊടുത്തിരിക്കുന്നു എന്ന് ചോദിക്കാതെ വളച്ചൊടിച്ച് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങളുടെ ഉത്തരം എന്താണ്? ചാപ്റ്റർ 6 ആണ്. ഇതിനെന്ത് വേണം? ടെൻഷൻ അടിക്കാതെ ചിന്തിക്കാനുള്ള ഒരു മാനസികാവസ്ഥയാണ് നിങ്ങൾക്ക് വേണ്ടത്. ഈ ചോദ്യം വരെ കണ്ട് പതറിപ്പോകുന്ന സ്റ്റുഡൻസ് ഈ വീഡിയോ കാണുന്നുണ്ടാവും. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. അത് ജസ്റ്റ് അവിടെ നമ്മൾ ഈ പസില് പോലെ, ജിക്സോ പസിൽ പോലെ മാറ്റി കൊടുത്തിട്ടേ ഉള്ളൂ. നിങ്ങൾ അതിനെ ഒന്ന് നേരെയാക്കി വെക്കൂ. അപ്പൊ നിങ്ങൾക്ക് ഉത്തരത്തിലോട്ട് എത്താനായിട്ട് പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The quotation, a repetition in the finite mind of the eternal act of creation in the infinite I am appears in. ഈ ഒരു കോട്ട് നിങ്ങൾക്ക് എവിടെയാണ് കാണാനായിട്ട് സാധിക്കുന്നത്? എന്റെ സ്റ്റുഡൻസ് ആൻസർ പറയും. അതെല്ലാം എനിക്ക് കമന്റ് ബോക്സിൽ കാണണം. എന്റെ സ്റ്റുഡൻസിന്റെ ആൻസേഴ്സ്. ഇൻഫിനിറ്റ് ഐ ആം. ഇൻഫിനിറ്റ് ഐ ആം എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ ആ ഒരു വർക്ക് വന്നിട്ടുണ്ടാവണം. A divine source, ultimate creative പവറിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. കോൾറിഡ്ജിന്റെ തിയറിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. അങ്ങനെയെങ്കിൽ ഇത് ഏത് വർക്കിലാണ് കാണാൻ സാധിക്കുന്നത്? None other than Biographia Literaria. Infinite I am.
ഓക്കെ, ബയോഗ്രഫിയ ലിറ്റററിയ എന്ന് പറയുന്ന വർക്കിലാണ് ഈ ഒരു കോട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുക. ബയോഗ്രഫിയ ലിറ്റററിയ ഏത് ചാപ്റ്റർ ആണ് എന്ന് കമന്റ് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫാൻസി ഡീൽസ് വിത്ത് ഡാഷ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിന് ഞാൻ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങളെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഓപ്ഷൻസ് കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇമാജിനേഷൻ ആൻഡ് റീസൺ, ഫിക്സിറ്റീസ് ആൻഡ് ഡെഫിനിറ്റീവ്സ്, ജഡ്ജ്മെന്റ് ആൻഡ് മെമ്മറി, സ്ട്രക്ചർ ആൻഡ് സൂപ്പർ സ്ട്രക്ചർ. എന്താണ് ഫാൻസി? ഫാൻസി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇറ്റ് ഡസൻ ക്രിയേറ്റ് സംതിങ് എൻറ്റയർലി നോവൽ ആയിട്ടുള്ള ഒന്നും ക്രിയേറ്റ് ചെയ്യുന്നില്ല അല്ലേ? അത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. സോ ഫാൻസി ഡീൽ ചെയ്യുന്നത് എന്തുമായിട്ടാണ്? ഇറ്റ് ഡീൽസ് വിത്ത് വാട്ട് ഈസ് നോൺ, വാട്ട് ഈസ് ഫിക്സഡ്, വാട്ട് ഈസ് ഡെഫിനിറ്റ്. അണ്ടർസ്റ്റുഡ്? അപ്പോ ഫാൻസി എന്ന് പറയുന്നത് റെലം ഓഫ് നോൺ തിങ്സുമായിട്ട് റിലേറ്റഡ് ആണ്, ഓൾറെഡി എക്സ്പീരിയൻസ് ചെയ്തതാണ്. അതിനൊക്കെ ഒന്ന് ജസ്റ്റ് ചേർത്ത് വെക്കുന്ന ഒരു സംഭവമാണ് ഫാൻസി. സോ ഫാൻസി ഡീൽസ് വിത്ത് ഇമാജിനേഷൻ ആൻഡ് റീസൺ അല്ല, ജഡ്ജ്മെന്റ് ആൻഡ് മെമ്മറി അല്ല, സ്ട്രക്ചർ ആൻഡ് സൂപ്പർ സ്ട്രക്ചർ അല്ല എന്ന് നമുക്ക് നേരത്തെ തന്നെ അറിയാം. ഫിക്സിറ്റീസ് ആൻഡ് ഡെഫിനിറ്റീവ്സ്, ഇത് നമ്മുടെ ടെക്സ്റ്റിലെ ആക്ച്വൽ വേർഡ്സ് ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇതും പഠിച്ചു വെച്ചോളുക. എക്സാമിന് ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അടുത്ത ചോദ്യം റാങ്ക് മേക്കിംഗ് പോയിന്റ്സ് ആണ് കേട്ടോ, എഴുതി വെച്ചോളൂ. ഇതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ വന്നിട്ട് കമന്റ് ചെയ്യണം, മിസ്സേ ഞാൻ ഇത് ഇവിടെ നിന്നും പഠിച്ചു, ഇതെനിക്ക് ആൻസർ ചെയ്യാൻ പറ്റിയെന്ന്. ഇനി 1817 review of Coleridge Biographia Literaria dash coined the term Lake School of Poets. നമുക്കറിയാം ലേക്ക് സ്കൂൾ ഓഫ് പോയിറ്റ്സ് എന്ന് പറയുമ്പോൾ തന്നെ WW നമ്മുടെ വില്യം വേർഡ്സ്വർത്ത്, STC, സാമുവൽ ടൈലർ കോളറിഡ്ജ്, ആർ സത്തെ, ഇവരെല്ലാവരെയും നമ്മൾ ഓർക്കും അല്ലേ, ലേക്ക് സ്കൂൾ ഓഫ് പോയിറ്റ്സ്. അപ്പോൾ 1870 കോളറിഡ്ജിന്റെ ബയോഗ്രഫിയ ലിറ്റററിയ നമുക്ക് പഠിക്കാനുള്ളതാണ്. അദ്ദേഹത്തിന്റെ വർക്ക് റിവ്യൂ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഈ ഒരു ടേം ആരാണ്, ഈ ഒരു ഫ്രേസ് ആരാണ് കോയിൻ ചെയ്തത് എന്നാണ് ചോദ്യം. ആരാണ് കോയിൻ ചെയ്തത്? ഇത് മറ്റാരുമല്ല, ഫ്രാൻസിസ് ജെഫ്രി. ഫ്രാൻസിസ് ജെഫ്രി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഒരു ഡെറോഗേറ്ററി റെഫറൻസിന്റെ ഭാഗമായിട്ടാണ് ഇത് കോയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്ന് പഠിച്ചു വെച്ചോളുക, എക്സാമിന് ഉപകരിക്കും. ഇനി അടുത്തത് നമ്മളുടെ ക്രിറ്റിസിസത്തിന്റെ ഭാഗമായിട്ടും അതുപോലെ തന്നെ മാക്ബത്ത് എന്ന് പറയുന്ന വർക്കിനെ ഭാഗമായിട്ടും വെച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ്. ഇത് രണ്ടും ബേസ് ചെയ്ത് ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. The formalist critic dash mocked the character-based criticism of dash by posing a famous question: how many children had Lady Macbeth? നിങ്ങൾക്ക് ആ ഒരു വർക്കിന്റെ പിക്ചർ ഇവിടെ കാണാം. ഒരു ആൻസർ നിങ്ങൾക്ക് കിട്ടി അല്ലേ? ഒരു ആൻസർ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. How many children had Lady Macbeth? അതൊരു എസ്സേ ആണ്. എസ്സേ in theory and practice of Shakespearean criticism by L.C. Knights. The formalist critic ആരാണ്? L.C. Knight ആണ്. The formalist critic ആരാണ്? L.C. Knight ആണ്. ആ പിക്ചർ ആണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. നോട്ട് ചെയ്ത് വെക്കുക, ഇതൊരു എസ്സേ ആണ് കേട്ടോ. How many children had Lady Macbeth? How many children had Lady Macbeth? ഇവിടെ എന്താണ് മോക്ക് ചെയ്യപ്പെടുന്നത്? Mock the character based criticism. Mocked the character based criticism of ആരുടെ character based criticismത്തിനെയാണ് ഇവിടെ മോക്ക് ചെയ്തിട്ടുള്ളത്? A.C. ബ്രാഡ്ലിയുടെ character based criticismത്തിനെയാണ് ഇവിടെ മോക്ക് ചെയ്തിട്ടുള്ളത്. എങ്ങനെയാണ് മോക്ക് ചെയ്തത്? ഒരു ചോദ്യമാണ് അദ്ദേഹത്തിന് മുന്നിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. How many children had Lady Macbeth? അതാണ് എസ്സേയുടെ ടൈറ്റിൽ ആയിട്ട് വരുന്നത്. L.C. Knights. ഓക്കെ, പഠിച്ചു വെച്ചോളുക, എക്സാമിന് യൂസ്ഫുൾ ആയിരിക്കും. അടുത്തതായിട്ട് ക്രിറ്റിസിസത്തിലെ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. Which theoretical movement claimed that the device is the only hero of literature? Device ആണ് the only hero of literature എന്ന് ക്ലെയിം ചെയ്യുന്നത് ഏത് തിയററ്റിക്കൽ മൂവ്മെന്റ് ആണ്? The device എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ ഒരു ഫോം എന്ന് പറയുന്ന ഒരു വാക്ക് വന്നിട്ടുണ്ടാവണം അല്ലേ? അങ്ങനെയെങ്കിൽ ഇത് ഏത് മൂവ്മെന്റ് ആണ്?
റഷ്യൻ ഫോർമലിസം. റഷ്യൻ ഫോർമലിസം എന്ന് പറയുന്ന മൂവ്മെന്റ് ആണ്. ഡിവൈസ് ഈസ് ദി ഓൺലി ഹീറോ ഓഫ് ലിറ്ററേച്ചർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ഫ്രാൻസ് ഫാനന്റെ ദ റിച്ചഡ് ഓഫ് ദി എർത്ത് എന്ന് പറയുന്നത് PSC യുടെ ഒരു ഫേവറേറ്റ് വർക്ക് ആണ് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം HSC യുടെ ക്വസ്റ്റ്യൻ പേപ്പറിലും കേറ്ററ്റിന്റെയും സെറ്റിന്റെയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിലെ സ്ഥിരം ഒരു മെമ്പർ ആണ് നമ്മളുടെ ഫ്രാൻസ് ഫാനൻ എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇനിയും ഈ ഒരു ചോദ്യം, ഈ ഒരു വർക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങളുടെ മുന്നിലോട്ട് എത്താം. അവിടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ ഒരു വർക്കിന് പ്രിഫേസ് എഴുതിയത് ആര് എന്നതാണ് ചോദ്യം. ആരാണ് പ്രിഫേസ് എഴുതിയത്? പ്രിഫേസ് ടു ഫ്രാൻസ് ഫാനൻസ് ദി റിച്ചഡ് ഓഫ് ദി എർത്ത് വാസ് റിട്ടൺ ബൈ ജീൻ പോൾ സാർട്ടർ. ജീൻ പോൾ സാർട്ടർ. ഓക്കെ, നോട്ട് ചെയ്ത് വെക്കുക. ഇനി നെക്സ്റ്റ് നമ്മളൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഐ തിങ്ക് therefore I am എന്ന് പറയുന്ന ഒരു ഡിക്റ്റം. ഇത് I am not where I think where I am not എന്ന് എഴുതിയത് ആര്, റീറോട്ട് ചെയ്തത് ആര് എന്നതാണ് ചോദ്യം. ആരാണ്? അത് നമ്മളുടെ ലക്കാൻ ആണ് അല്ലെ? ലക്കാൻ ആണ് എന്ന് ഓർത്തിരിക്കുക. Next question. Who wrote the essay Naipaul's India and Mine as a response to V.S. Naipaul's An Area of Darkness? അപ്പോൾ നൈപോൾ, ഇവിടെ ഒരു ക്ലൂ ഉണ്ട്. എൻ വെച്ച് തുടങ്ങുന്ന നമ്മളുടെ സിലബസിലുള്ള ഒരു റൈറ്റർ, ഒരു പോയിറ്റ് ആണ്. ആരാണ് അദ്ദേഹം? നിസിം എസിക്കിയൽ. നിസിം എസിക്കിയൽ ആണ് ഈ ഒരു വർക്ക് ഈ ഒരു എസ്സേ എഴുതിയിട്ടുള്ളത്. നിസിം എസിക്കിയൽ. ഓക്കെ, ഈ ചോദ്യങ്ങളെല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു എന്ന് ഞാൻ കരുതുന്നു. റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള പോയിന്റ്സ് ഉൾപ്പെടുത്താനായിട്ട് സാധിച്ചു എന്ന് വിചാരിക്കുന്നു. ഈ ചോദ്യങ്ങളിലൂടെയൊക്കെ കടന്നു പോയപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലേണിംഗ് സ്ട്രാറ്റജീനെ കുറിച്ച് ഒന്ന് അനലൈസ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടാവും അല്ലെ? നിങ്ങൾ റൈറ്റ് ട്രാക്കിലാണോ? ആർ യു ഓൺ ദി റൈറ്റ് ട്രാക്ക്? നിങ്ങൾ ഫോളോ ചെയ്യുന്നത് ഒരു റാങ്ക് ഫയൽ ആയിക്കോട്ടെ, ആപ്പ് ആയിക്കോട്ടെ, സെൽഫ് റിസോഴ്സസ് ആയിക്കോട്ടെ, ആർ യു ഓൺ ദി റൈറ്റ് ട്രാക്ക്? കാരണം നിങ്ങൾ ആ ചോദ്യം ഇന്ന് നിങ്ങളോട് ചോദിച്ചിരിക്കണം. ഇനി 50 ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. നിങ്ങളുടെ ആ ഒരു ഭാവി, നിങ്ങളുടെ സ്വപ്നം, അതൊന്നും നിങ്ങൾ ആർക്കും വേണ്ടി സാക്രിഫൈസ് ചെയ്യേണ്ടതായിട്ടില്ല. ആർ യു ഓൺ ദി റൈറ്റ് ട്രാക്ക്? ചിന്തിക്കൂ, എന്നിട്ടൊരു തീരുമാനമെടുക്കൂ. എന്താണ് മാറ്റേണ്ടത്? വാട്ട് ടു ചേഞ്ച്? എന്ത് ചേഞ്ച് ആണ് ഞാൻ എൻ്റെ പഠനത്തിൽ കൊണ്ടുവരേണ്ടത്? എനിക്ക് ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം നൽകാൻ സാധിച്ചോ? അല്ലെങ്കിൽ 10ൽ എത്ര എനിക്ക് നേടാനായിട്ട് സാധിച്ചു? എന്തുകൊണ്ട് ബാക്കി ക്വസ്റ്റ്യൻസിന് എനിക്ക് ആൻസർ കൊടുക്കാൻ സാധിച്ചില്ല? അത് ഞാൻ പഠിക്കാത്തത് കൊണ്ടാണോ അതോ പഠിക്കുന്ന ആ ഒരു രീതി ശരിയാവാത്തത് കൊണ്ടാണോ? 2 കാര്യങ്ങളുണ്ട് കേട്ടോ. ഒന്ന്, നിങ്ങൾ പഠിച്ചില്ല എങ്കിൽ നിങ്ങൾക്കൊന്നും നേടാൻ സാധിക്കില്ല. പക്ഷേ നിങ്ങൾ നേരാൻ വഴിക്കല്ല പഠിക്കുന്നതെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങളിലോട്ട് ഡൈവേർട്ടഡ് ആയിട്ട് റിസോഴ്സസിലോട്ടൊക്കെ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ 50 ദിവസം നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. നിങ്ങൾ HSIക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യേണ്ടതാണ്. മറ്റൊരു എക്സാമിന് വേണ്ടിയിട്ടുള്ള, നിങ്ങൾ നെറ്റിനോ സെറ്റിനോ ഒന്നും അല്ല പ്രിപ്പയർ ചെയ്യുന്നത്, HSIക്കാണ്. HSIക്കാണ്. ആ HSIക്ക് വേണ്ടിയിട്ട് അതിൽ കൊടുത്തിട്ടുള്ള ആ ഒരു സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു പോവുക. ഹൗ ടു മേക്ക് യൂസ് ഓഫ് ദി ലാസ്റ്റ് 50 days? ഈ 50 ദിവസം ഞാൻ ഇനി എന്ത് ചെയ്യണം? ആ സിലബസ് എടുത്ത് വായിക്കുക, സമാധാനത്തോടെ ഓരോരോ വർക്കും കംപ്ലീറ്റ് ചെയ്യുക. അതിന്റെ അർത്ഥം സോണറ്റ് 121 എടുത്ത് ഒരു ദിവസം കുത്തിയിരിക്കുക എന്നതല്ല. സോണറ്റ് 121 14 വരികളല്ലേ ഉള്ളൂ. അതെന്ത് ചെയ്യണം? 1 മണിക്കൂർ കൊണ്ട് പഠിച്ചെടുക്കാം. വാലിഡിക്ഷനിലോട്ട് വരുമ്പോൾ 36 വരികൾ ഉണ്ടെന്ന് തോന്നുന്നു. അതും ഒരു നിങ്ങൾ 2 മണിക്കൂർ എടുത്തോളൂ. അവിടെയും വാലിഡിക്ഷനും പഠിച്ചെടുക്കാം. വേർ ദ മൈൻഡ് ഇസ് വിത്തൗട്ട് ഫിയർ, കുഞ്ഞി പോമല്ലേ, ഓൺ ഹിസ് ബ്ലൈൻഡ്നെസ്, ഇതെല്ലാം ഒരു ദിവസം നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റില്ലേ? അങ്ങനെ നമ്മൾ നമ്മളുടെ പഠനത്തെ ഈ 50 ദിവസം ചിട്ടപ്പെടുത്തുക. അവിടെ നിങ്ങൾക്ക് പല ആപ്പുകൾക്കും, ഈവൻ എന്റെ ആപ്പിൽ ഞാൻ ടൈം ടേബിൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ കുട്ടികളോട് പറയും, നിങ്ങൾക്ക് സെൽഫായിട്ടുള്ള എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നിങ്ങൾ ചെയ്തോളൂ. ഞാനിത് നിങ്ങൾക്കൊരു ഗൈഡൻസ് തരുവാണ്. ചിലവർക്ക് അതൊന്നും ചെയ്യാനായിട്ട് ഉള്ള ടൈം ഉണ്ടാവില്ല. അപ്പൊ അവർക്ക് കൊടുക്കുന്ന ഒരു ഗൈഡൻസ് മാത്രമാണ് എന്റെ ടൈം ടേബിൾ. ബാക്കി നിങ്ങൾക്ക് ചെയ്യാം. കാരണം നിങ്ങളുടെ സ്വപ്നമാണ് ഇത്, നിങ്ങളുടെ ദിവസങ്ങളാണ്, HSIക്ക് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ ശ്രമമാണ് അല്ലേ?
ഇനി എന്ത് റിസോഴ്സ് കിട്ടി എന്ന് പറഞ്ഞിട്ടും ഈ PDF കളക്ടേഴ്സിനെ നമ്മൾക്ക് PDF കളക്ടേഴ്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി നമ്മളുടെ ഈ PSCക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരുടെ ഒരു മെയിൻ ഹോബിയാണ്. ഈ സ്റ്റാമ്പ് കളക്ഷൻ എന്നൊക്കെ പറയുന്നത് പോലെ ഒരു പുതിയൊരു കൈൻഡ് ഓഫ് കളക്ഷൻ ആണ് PDF കളക്ഷൻ. എല്ലാ കാര്യങ്ങളുടെയും PDF കളക്ഷൻ. നിങ്ങൾ ഈ റിസോഴ്സസ് യൂസ് ചെയ്യൂ. നിങ്ങൾ കളക്ട് ചെയ്യുന്നതൊക്കെ നല്ല കാര്യമാണ്, അറിവ് എപ്പോഴും നല്ലതാണ്. പക്ഷേ നമ്മളത് യൂസ് ചെയ്യണം അല്ലെ. യൂസ് ചെയ്താൽ മാത്രമല്ല നമുക്ക് എന്താ പറയുക, എക്സാമിന് അതുകൊണ്ടൊരു പ്രയോജനം ഉണ്ടാവുക അല്ലെ. അതുപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, try different types of MCQs. സർഫേസ് ലെവൽ ആണെങ്കിലും ആവറേജ് ലെവൽ ആണെങ്കിലും അനലിറ്റിക്കൽ ലെവൽ ആണെങ്കിലും റാങ്ക് മേക്കിംഗ് ആണെങ്കിലും ഇങ്ങനെയുള്ള പല MCQs നിങ്ങൾ ചെയ്യുക. ഇവിടെ നമ്മൾ ഒരു തെറ്റിദ്ധാരണയുണ്ട്, പ്രാക്ടീസ് ചെയ്യുന്നത് മാത്രമാണ് MCQ എന്ന് പറയുന്നത്. MCQ അതല്ല. ഇപ്പൊ ഞങ്ങളുടെ ആപ്പില് നമ്മുടെ ക്ലാസ്സസിന്റെ അവസാനം തന്നെ ഒരുപാട് റാങ്ക് മേക്കിംഗ് പോയിന്റ്സും MCQസും കൊടുത്തു പോകുന്നുണ്ട്. 50ഓളം ചോദ്യങ്ങൾ അവിടെ കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ടാണ് ലൈവ് റിവിഷനിൽ ഇതുമായിട്ടൊന്നും ഒരു ബന്ധവും ഇല്ലാത്ത രീതിയിൽ വേറെ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് അവിടെ കൊണ്ടുവന്ന് ഡിസ്കസ് ചെയ്യുവാണ്. അപ്പൊ ഈ MCQ ഡിസ്കഷൻ എന്ന് പറയുന്ന ഒരു സെഷൻ വളരെ യൂസ്ഫുൾ ആയിരിക്കും നിങ്ങൾക്ക്. കാരണം അത് നമ്മൾക്ക് റിലേറ്റ് ചെയ്യാനും അന്നന്ന് ടീച്ചർ അങ്ങനെ പറഞ്ഞിരുന്നല്ലോ എന്ന് ഓർക്കാനൊക്കെ നമ്മൾ ജസ്റ്റ് ഒരു റാങ്ക് ഫയൽ മേടിച്ചിട്ട് ആൻസർ ചെയ്യുന്നതിൽ ഉപരി അത് യൂസ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ എപ്പോഴും പറയുന്നത് പോലെ ഡോണ്ട് സ്റ്റിക്ക് ഓൺ ടു വൺ ടോപ്പിക്. ഇത്രയും ടോപ്പിക്സ് ഉണ്ട്, ഒരു ടോപ്പിക്കിന് 1 മാർക്കേ ഉള്ളൂ. ഇനി മാക്ബത്ത് നമ്മള് പറയില്ലേ, ചത്തു കുത്തിയിരുന്ന് പഠിച്ചു എന്നൊക്കെ പറയുന്നത് പോലെ അങ്ങനെ പഠിച്ചാൽ 1 മാർക്കല്ലേ അതിൽ നിന്നും ചോദിക്കത്തുള്ളൂ. അങ്ങനെ നിങ്ങൾ ഓരോ ടോപ്പിക്കിനെയും മനസ്സിലാക്കുക. നോ ദ വെയിറ്റേജ്, നോ ദ ട്രെൻഡ്. നോ ദ ട്രെൻഡ് എന്ന് പറയുമ്പോൾ ഈ PSCക്ക് ഒരു കൺഫ്യൂസിങ് കൈൻഡ് ഓഫ് കാര്യങ്ങൾ കൊണ്ടുവരുന്ന ഒരു ട്രെൻഡ് ഉണ്ടല്ലോ. ഈ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ കൊണ്ടുവന്നിട്ടും അത് നമുക്ക് അറിയാവുന്ന കാര്യമായിരിക്കും, പക്ഷെ നമ്മൾ തെറ്റിക്കാനായിട്ട് ABCD CDBC എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളൊക്കെ കൊണ്ടുവരും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളുടെ മൈൻഡിനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. ഇതൊക്കെ നിങ്ങൾക്ക് എക്സാം ഹാളിൽ പ്രതീക്ഷിക്കാം. അതിനെയൊക്കെ അറ്റംപ്റ്റ് ചെയ്യാൻ സജ്ജമായിട്ടാണ് ഞാൻ പോകുന്നത് എന്ന രീതിയിൽ പോവുക. Know the confusing techniques of PSC. Be patient. ഒരു calmness, ഒരു ശാന്തതയാണ് ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് ആവശ്യം. മനസ്സിനെ ശാന്തമാക്കുക. ആൻസൈറ്റി ഒന്നും വേണ്ട, അതൊക്കെ എടുത്തു മാറ്റൂ. ഇനി നിങ്ങളുടെ ദിവസങ്ങളാണ്. നിങ്ങൾ 1 hour വർക്ക് ചെയ്താലും നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് ഈ 50ാമത്തെ ദിവസം ഉണ്ടാവും. നിങ്ങൾ 2 മണിക്കൂർ വർക്ക് ചെയ്താൽ അതിന്റെ റിസൾട്ട് കാണാൻ പറ്റും. നിങ്ങൾ 3 മണിക്കൂർ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ടും കാണാൻ പറ്റും. അപ്പോ നിങ്ങൾ എഫേർട്ട് ഇടൂ. അതൊരു ചെറിയ എഫേർട്ട് ആണെങ്കിൽ ചെറിയ എഫേർട്ട് ആവട്ടെ. ചിലപ്പോൾ ആദ്യത്തെ 10 ദിവസം ഒന്നും ചെയ്യാൻ പറ്റില്ലായിരിക്കും. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം, 1 or 2 വർക്ക് മാത്രം കംപ്ലീറ്റ് ചെയ്ത് പോവുക. അത് കഴിയുമ്പോൾ അത് നിങ്ങൾക്കൊരു ബൂസ്റ്റ് പോലെ ഒരു കോൺഫിഡൻസ് നിങ്ങളുടെ ബൂസ്റ്റപ്പ് ആകും. അത് കഴിയുമ്പോൾ നിങ്ങൾ കൂടുതൽ വർക്ക്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രവണത വരും. അങ്ങനെ ഈ 50 ദിവസം കൊണ്ട് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെടുക്കും, നിങ്ങൾ പോലും അറിയാതെ. അതുകൊണ്ട് ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ ഒന്ന് എടുത്ത് വെക്കൂ. എന്നിട്ട് പഠിക്കാൻ തുടങ്ങൂ. ഇനി പഠിച്ച് ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ റിവിഷനിലോട്ട് ആ ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കൂ. നമ്മുടെ സ്റ്റുഡൻസ് ഒക്കെ ജൂൺ 1 മുതലേക്ക് റിവിഷൻ തുടങ്ങി. മനസ്സിലായോ? പാരലൽ ആയിട്ട് റിവിഷൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് റിലാക്സ് ചെയ്ത് ഒരു ജൂലൈ 15 ഒക്കെ ആകുമ്പോഴത്തേക്കും അവര് മാക്സിമം ടോപ്പിക്സ് റിവൈസ് ചെയ്ത് കഴിയും. മനസ്സിലായോ? ആ ഒരു സ്ട്രാറ്റജിയാണ് നിങ്ങൾ അഡോപ്റ്റ് ചെയ്യേണ്ടത്. ശാന്തമാക്കിക്കൊണ്ട് ശാന്തമായ രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോകൂ. നിങ്ങൾക്ക് എല്ലാം നേടാനായിട്ട് സാധിക്കും. ഒരു ടോപ്പിക്കിൽ നിങ്ങൾ എത്രത്തോളം സമയം ചിലവഴിക്കുന്നുണ്ട് എന്നത് മറ്റൊരു ചോദ്യമാണ് ഈ എക്സാമിനെ ബേസ് ചെയ്ത് പഠിക്കുന്ന സമയത്ത്. ഇപ്പോൾ ഒരു ടോപ്പിക് എടുക്കുക, 30 മിനിറ്റ് കൊണ്ട് മിനിമം 30 എടുക്കുക, മാക്സിമം 1 hour. അതിൽ കൂടുതലൊന്നും ഒരു ടോപ്പിക്കിന് നിങ്ങൾ കൊടുക്കരുത്. വേണ്ടി സ്കിമ്മിങ്, സ്കാനിങ് നേരത്തെയും ഞാനിത് പറഞ്ഞിട്ടുണ്ട്. സമ്മറി ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യണം, ഈ സ്കിമ്മിങ്, സ്കാനിങ്, സമ്മറി ഒക്കെ വായിച്ചതിന് ശേഷം ഡയറക്റ്റ് MCQസിലോട്ട് പോവുക. ആ MCQs അറ്റംപ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ MCQസിന്റെ ഒരു വീഡിയോ നമ്മുടെ ടീച്ചേഴ്സ് ഡിസ്കസ് ചെയ്തിട്ടുള്ള വീഡിയോസ് ഒക്കെ നിങ്ങൾ കാണുമ്പോൾ 40ഓളം ചോദ്യങ്ങൾ 1 മണിക്കൂർ കൊണ്ടൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ള വീഡിയോസ് ഉണ്ട്. അപ്പോൾ ഈ വീഡിയോസ് കണ്ടു കഴിയുമ്പോൾ ഏത് ചോദ്യം നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റിയില്ല, ആ ഒരു പോയിന്റിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒന്നുകൂടി എക്സ്ട്രാ
ഒന്ന് അറിവ് നേടാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ നമ്മൾ എവിടെയാണ് നമ്മളുടെ ആ ഒരു വീക്ക്നെസ് എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഈ MCQസിലൂടെ പറ്റും. അങ്ങനെയും നിങ്ങൾക്ക് പഠിക്കാം. അടുത്തതായിട്ട് ഇനി നിങ്ങൾ ചെയ്യേണ്ട 10 കാര്യങ്ങളാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് ഇനി നിങ്ങൾ നോട്ട് ടേക്കിംഗിൽ കൂടുതൽ ഫോക്കസ് കൊടുക്കരുത് കേട്ടോ. നോട്ട് ടേക്കിംഗ് അല്ല ഇനി നിങ്ങൾ ചെയ്യേണ്ടത്. കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. അണ്ടർസ്റ്റാൻഡിങ്, കാര്യങ്ങൾ മനസ്സിലാക്കി പോവുക. മനസ്സിലാക്കി പോകുന്ന ഒരു വ്യക്തിക്ക് ക്രിറ്റിസിസം ഒക്കെ വളരെ സിമ്പിൾ ആയിട്ട് നേടിയെടുക്കാൻ പറ്റും, എത്ര ക്വസ്റ്റ്യൻസ് വന്നാലും. അതുപോലെ തന്നെ പൊതുവെ എല്ലാവരും അവരുടെ ഫ്രണ്ട്സുമായിട്ട് കമ്പയർ ചെയ്യുന്ന ഒരു സംഭവം ഇതിന്റെ ഇടയിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കമ്പാരിസൺ മാറ്റിവെക്കുക. നിങ്ങളുടെ രൂപം എങ്ങനെ മറ്റൊരു വ്യക്തിയിൽ നിന്നും വ്യത്യസ്തമാണോ അതുപോലെ തന്നെ നിങ്ങളുടെ സ്വഭാവവും കാര്യങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ വ്യത്യസ്തത ഉണ്ടാവും അല്ലെ. പ്രിപ്പറേഷനിലും അവരുടെ ബുദ്ധി, അവര് ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന രീതിയിലും ഒക്കെ വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രിപ്പറേഷൻ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ വെറുതെ ഡീമോട്ടിവേറ്റഡ് ആവുകയേ ഉള്ളൂ. അല്ലെങ്കിൽ അവരുടെ ഒപ്പം എത്താൻ ശ്രമിക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങളെ തന്നെ ആ ഒരു ബാലൻസിൽ നിന്നും ഇംബാലൻസിലോട്ട് പോകാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്. അതുപോലെ നന്നായിട്ട് ഉറങ്ങുക, എക്സ്ട്രാ സ്റ്റഡി ടൈം. അങ്ങനെ നമ്മളെ ബോഡിനെ ഒരു സ്ട്രെയിൻ കൊടുത്തുകൊണ്ടൊന്നും നിങ്ങളിപ്പോൾ പഠിക്കണ്ട. സാവധാനം പഠിച്ചു പോവുക. പ്രാക്ടീസ് റിലാക്സേഷൻ ടെക്നിക്സ്. അതുപോലെ നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണോ അതിൽ ഫോക്കസ് ചെയ്യുക. സ്മാർട്ട് സ്റ്റഡി മെത്തേഡ്സ് യൂസ് ചെയ്യുക. സ്മാർട്ട് സ്റ്റഡി മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ബ്ലൂ പ്രിന്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു നമ്മുടെ സ്റ്റുഡൻസിന്. ഈ ബ്ലൂ പ്രിന്റ്സ് ഒക്കെ സ്മാർട്ട് സ്റ്റഡിയുടെ ഒരു ഭാഗമാണ്. ഈ ബ്ലൂ പ്രിന്റ്സിലൂടെ നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് തരുന്നു 30ഓളം മാർക്ക് മേടിക്കാനായിട്ട് പറ്റും. ഈ ബ്ലൂ പ്രിന്റ് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ 30ഓളം മാർക്ക് മേടിക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക. സ്മാർട്ട് സ്റ്റഡി. അതുപോലെ ഒരു ടോപ്പിക്കും സ്കിപ്പ് ചെയ്യരുത്. സ്കിപ്പിംഗ് എ സബ്ജക്ട് ഓർ എ ചാപ്റ്റർ അത് മണ്ടത്തരമാണ്. കാരണം ഓരോ മാർക്കാണ്. ഒരു മോഡ്യൂളും നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. എല്ലാ മോഡ്യൂളും ഈക്വലി ഇമ്പോർട്ടന്റ് ആണ് എന്ന് മനസ്സിലാക്കുക. അതുപോലെ നിങ്ങൾ ഇനി ഒരു ഡു നോട്ട് ഡിസ്റ്റർബ് മോഡിലോട്ട് പോവേണ്ടി വരും. എന്നാൽ മാത്രമാണ് വിത്തൗട്ട് ഡിസ്ട്രാക്ഷൻ നിങ്ങൾക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുക. ഓക്കെ, ആ ഒരു മോഡ് നിങ്ങൾ സ്വീകരിക്കുക. പിന്നെ ഈ പെർഫെക്ഷനിസ്റ്റ് എന്ന് പറയുന്നത്, ഇനി പെർഫെക്ഷനിസത്തിന് ഒരു സ്കോപ്പും ഇല്ല. ഈ 50 ദിവസം നിങ്ങൾ പെർഫെക്ഷൻ, ഞാൻ മാക്ബത്ത് എല്ലാ ചോദ്യങ്ങളും പഠിച്ചിട്ടേ ഞാൻ മുന്നോട്ട് പോകുള്ളൂ, സോണറ്റ് എല്ലാം പഠിച്ചിട്ടേ ഞാൻ മുന്നോട്ട് പോകുള്ളൂ, രസ തിയറി ഞാൻ എല്ലാം പഠിച്ചിട്ടേ പോകുള്ളൂ എന്ന് വിചാരിച്ചാൽ അതൊരു ഈ ഒരു സ്റ്റേജിൽ അത് പ്രാക്ടിക്കൽ അല്ല. പെർഫെക്ഷനിസം എന്ന് പറയുന്നത് അതൊരു ഒബ്സെഷൻ ആയിട്ട് മാറാൻ പാടില്ല. അത് നിങ്ങളെ സ്ട്രെസ് അല്ലെങ്കിൽ ആൻസൈറ്റിയിലോട്ട് കൊണ്ടുപോകും. ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുക. then move on to the next topic. എല്ലാ ടോപ്പിക്കിനും ഒരു മാർക്കല്ലേ ഉള്ളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അതിൽ ഡെപ്തിൽ പോയി ആ ഒരു മാർക്കിന് വേണ്ടിയിട്ട് 24 മണിക്കൂർ ഒന്നും കളയേണ്ട ആവശ്യമില്ല എന്നതാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ ഒരു അരോചകമായിട്ട് തോന്നുന്നു എങ്കിൽ പോലും ഇതാണ് ഫാക്ട്, ഇതാണ് റിയാലിറ്റി. കാരണം നമ്മൾ ഒരുപാട് കുട്ടികളെ കണ്ടിട്ടുണ്ട്. നിങ്ങൾ ഈ എക്സാം എഴുതുന്ന ഒരാളാണ്, പക്ഷേ ഇപ്പോ എന്റെ കേസിൽ പറയുകയാണെങ്കിൽ ഈ എക്സാം എഴുതുന്ന ഒരുപാട് പേരെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടു, ഈ പ്രാവശ്യം കാണുന്നു. അപ്പൊ എല്ലാവരുടെയും ഒരു മൈൻഡ് സെറ്റിൽ വെച്ചിട്ടാണ് ഈ കാര്യങ്ങൾ ഇവിടെ കൊടുക്കുന്നത്. ഡിപ്പെൻഡിങ് ഓൺ ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ. ഈ 50 ദിവസം നിങ്ങൾ പഠിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളതെങ്കിൽ അത് മണ്ടത്തരമാണ്. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഇപ്പൊ തന്നെ പാരലൽ ആയിട്ട് റിവിഷൻ കൊണ്ടുപോകണം. നമ്മുടെ സ്റ്റുഡൻസ് ഞാൻ പറഞ്ഞല്ലോ ജൂൺ 1 മുതലൊക്കെ റിവിഷൻ സ്റ്റാർട്ട് ചെയ്തു. അതിന് മുൻപേ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും ഒഫീഷ്യലി നമ്മൾ ജൂൺ 1 ഓൺവേർഡ്സ് സ്റ്റാർട്ട് ചെയ്തു. അവർ ഓൾമോസ്റ്റ് ഇത്രയും ടോപ്പിക്സ് കവർ ചെയ്തു. അപ്പോൾ ലാസ്റ്റ് മിനിറ്റ് ഇനി റിവൈസ് ചെയ്യാൻ ഓഗസ്റ്റ് 1 തുടങ്ങാം അല്ലെങ്കിൽ ജൂലൈ 10 തുടങ്ങാം എന്ന് പറഞ്ഞിരുന്നിട്ട് ഇനി കാര്യമൊന്നുമില്ല. ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ നല്ല സ്കോപ്പ് ഇനി നിങ്ങൾ തന്നെ സ്റ്റാർട്ട് ചെയ്ത് റിവിഷൻ ഇന്നു മുതലേ സ്റ്റാർട്ട് ചെയ്ത് പഠിക്കൂ. അതുപോലെ തന്നെ ഒരു മെന്റൽ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് അത്യാവശ്യമാണ്. നിങ്ങൾ ഈ ഒരു എക്സാമിന് നിങ്ങൾ റിസോഴ്സസ് വെച്ചും ആപ്പ് വെച്ചും അല്ലെങ്കിൽ റാങ്ക് ഫയൽസ് വെച്ചൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങളുടെ മെന്റൽ സ്ട്രെങ്ത്തും ഇവിടെ ഇമ്പോർട്ടന്റ് ആണ്. അതിനു വേണ്ടിയിട്ട് മെഡിറ്റേഷൻ, അതിനു വേണ്ടിയിട്ട് നിങ്ങളുടെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഡെവലപ്പ് ചെയ്ത് എടുക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മെന്റൽ പ്രിപ്പറേഷൻ നിങ്ങൾ നെഗ്ലക്ട് ചെയ്യാനായിട്ട് പാടില്ല. ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ പറയേണ്ടത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഐ ക്യാൻ ഡു ഇറ്റ്, ഐ കാൺട്ട് എന്ന ചിന്ത നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ അത് ഇതുപോലെ
മായ്ച്ചു കളയണം. ഐ ക്യാൻ, ആൻഡ് ഐ വിൽ എന്ന് പറഞ്ഞ് മനസ്സിനെ പഠിപ്പിക്കുക. ഇനി എന്തുകൊണ്ട് മീരാസ് ഇംഗ്ലീഷ് ഹബ് എന്ന് പറയുന്ന ഒരു ആപ്പ് നിങ്ങൾ ചൂസ് ചെയ്യണം? നമ്മൾ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് 1 രൂപ പോലും നമ്മൾ ചിലവാക്കാതെയാണ് 1000+ സ്റ്റുഡൻസ് ഈ ഒരു ആപ്പിന്റെ ഭാഗമായിട്ടുള്ളത്. അത് തന്നെയാണ് ഈ ആപ്പിനെ ബേസ് ചെയ്ത ഏറ്റവും വലിയ മാർക്കറ്റിംഗ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇനി നമ്മളുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് കോംപ്രിഹെൻസീവ് സിലബസ് കവറേജ് ആണ്. കോംപ്രിഹെൻസീവ് സിലബസ് കവറേജ്, അവിടെ എല്ലാ പോയിന്റ്സും, റാങ്ക് മേക്കിംഗ് പോയിന്റ്സും, MCQs ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ടോപ്പിക് വൈസ് ആയിട്ടുള്ള റാങ്ക് മേക്കിംഗ് പോയിന്റ്സ് നിങ്ങൾക്ക് അവിടെ കിട്ടുന്നു. ടോപ്പിക് വൈസ് റിവിഷൻ ആണ്, ലൈവ് റിവിഷൻ ആണ് നമ്മൾ കൊടുത്തു പോകുന്നത്. അത് ജൂൺ 1 മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ജൂൺ 1 മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു, ഓൺഗോയിങ് ആണ്. ഇതിന്റെ ഭാഗം നിങ്ങൾക്കുമാകാം. ബ്ലൂ പ്രിന്റ് മേക്കിംഗ് ആക്ടിവിറ്റി, ട്രാൻസ്ക്രിപ്ഷൻ ആക്ടിവിറ്റി, ഓൺലൈൻ ക്വിസ് പ്രാക്ടീസ്. ഈ ക്വിസ് പ്രാക്ടീസിലൊക്കെ വ്യത്യസ്തമായ ചോദ്യങ്ങളാണ് അൺലിമിറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് കിട്ടുക. ട്രാൻസ്ക്രിപ്ഷൻ അതൊരു ചാലഞ്ച് പോലെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബ്ലൂ പ്രിന്റ് മേക്കിംഗ് ആക്ടിവിറ്റി, അതൊക്കെ നമ്മളുടെ ആപ്പിന്റെ ചിന്ന ചിന്ന രഹസ്യങ്ങളാണ് എന്ന് ഓർക്കുക. സ്പെഷ്യൽ ഫോക്കസ് ഓൺ ലിറ്റററി ക്രിറ്റിസിസം ആൻഡ് ലിംഗ്വിസ്റ്റിക്സ്. സ്പെഷ്യൽ റിവിഷൻ ആണ് ഈ ഏരിയാസിനൊക്കെ നമ്മൾ കൊടുക്കുന്നത്. ലിറ്റററി ക്രിറ്റിസിസം ഒക്കെ ജസ്റ്റ് ഒരു ക്യാപ്സൂൾ ഫോർമാറ്റിൽ നിങ്ങൾക്ക് വളരെ കുറച്ച് സമയം കൊണ്ട് പഠിച്ചെടുക്കാം. ഇതൊക്കെയാണ് നമ്മളുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ മാർക്കറ്റിംഗ് ഇല്ലാതെ 1000+ സ്റ്റുഡൻസ് എത്തണമെങ്കിൽ എന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾക്ക് ഇതിലൂടെ മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങൾക്കും ഇതിന്റെ ഭാഗമാകാം. ജസ്റ്റ് 1999 കൊടുത്ത് ഇന്ന് തന്നെ ജോയിൻ ചെയ്യൂ. ഈ ക്ലാസ്സസ് എല്ലാം നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ലൈവ് ക്ലാസ്സസും അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും ഇതുപോലെയുള്ള അപ്ഡേഷൻസിനും മോട്ടിവേഷനും HSC ഇംഗ്ലീഷ് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ടെലിഗ്രാം ഗ്രൂപ്പ്, എൻ്റെ ടെലിഗ്രാം ചാനൽ ഉണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് ലിങ്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഡൗൺലോഡ് ആ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. അതിൽ നമ്മുടെ ബൈ ട്രാൻസ്ഫറിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ ആണ്. കൂടാതെ ടെലിഗ്രാം ചാനലിലും ജോയിൻ ചെയ്യാം. ബാക്കി അപ്ഡേഷൻസ് ഒക്കെ അവിടെ ലഭ്യമായിരിക്കും. അതുകൊണ്ട് തന്നെ HSC ഇംഗ്ലീഷിന്റെ പ്രിപ്പറേഷൻ നന്നായിട്ട് എല്ലാവരും മുന്നോട്ട് കൊണ്ടുപോകുക. ഈ 50 ഡേയ്സ് എന്ന് പറയുന്നത് ക്രൂഷ്യൽ ആണ്. നിങ്ങളുടെ ആ ഒരു ഡ്രീം ജോബിലോട്ട് നിങ്ങളെ എത്തിക്കുന്ന 50 ദിവസങ്ങളാണ്. അത് മാക്സിമം പ്രൊഡക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു സോ മച്ച്. ബൈ.